ഹലോ, ഇന്ന് നമുക്ക് ബാക്ക് ടു സ്കൂൾ ഡിവൈസ് ചെയ്താലോ. ഫസ്റ്റ് തന്നെ ഞാൻ നെയിം സ്ലിപ്പാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കാണുന്നതിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇമോജി ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ്. എനിക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത് കാണിക്കാതെ. ഇതന്നെ ഞാൻ അമ്മനെ കൊണ്ട് വരപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന രീതിയിൽ നെയിം ക്ലാസ്സൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക. എനിക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ കവായികളുടെ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കവായികളുടെ സ്റ്റിക്കർ ഒട്ടിച്ച് ഞാൻ അതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ കുറച്ചെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ നെയിമും ക്ലാസ്സൊക്കെ എഴുതിയിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ മെമ്മോ പാഡാട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മെമ്മോ പാഡ് ഉണ്ടാക്കുന്നത്. അതിനെ കൊണ്ടാണ് ഞാൻ ട്രയാങ്കിൾ ഷേപ്പിന് എടുത്തത്. അപ്പം ഞാൻ ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ഗം അയച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ അതൊന്ന് ഉണങ്ങുന്നവരെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ മതി. ഞാൻ കുറച്ച് ഒന്ന് ഇതാക്കിയെന്നേ ഉള്ളൂ. എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാട്ടോ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ടൈം ടേബിളാണ്. ടൈം ടേബിൾ ഞാൻ 8 പീരീഡാണ് നമുക്ക് ഉണ്ടാവുക. അങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ബ്ലൂ കളറ് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ്. എന്നിട്ട് ഇതേപോലെ എനിക്ക് ക്ലൗഡ് മാത്രമാണ് പിന്നെയും ഒന്നിങ്ങനെ വരയ്ക്കാറ്, അതിനെക്കൊണ്ടാണ് അങ്ങനെ വരച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ ടൈം ടേബിളിന് ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ പേപ്പർ പിന്നാട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് പേപ്പർ പിന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കവായികളുടെ സ്റ്റിക്കർ എടുത്തിട്ട് അതിങ്ങനെ ആ പേപ്പർ പിന്നിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് എന്തായാലും. അടുത്ത് നമ്മൾ ട്രാൻസ്പെറൻറ്റ് പേപ്പറാട്ടോ ഉണ്ടാക്കുന്നത്. 5 ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അത് ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐറ്റംസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.